അബോർഷനെതിരായിട്ടുള്ള പ്രാർത്ഥനാ യജ്ഞത്തിൽ ഈ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ലോക ജനതയോട് പറഞ്ഞത്, മക്കളെ കൊന്ത കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ പാപ്പ മനുഷ്യജീവൻ എന്ന ഒരു തിരുവെഴുത്ത് കുടുംബങ്ങൾക്കായിട്ട് എഴുതുവാനായിട്ട് പാപ്പായ്ക്ക് സാധിച്ചു. യഥാർത്ഥത്തിൽ ഈ ദേവാലയത്തിൽ നമ്മൾ ഇന്ന് പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഭവനങ്ങളിൽ പരിശുദ്ധ ബലി അർപ്പിക്കാൻ പറ്റുമോ? ഒരച്ഛന് വന്നിട്ട് ഭവനങ്ങളിൽ പരിശുദ്ധ ബലി അർപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ചൊല്ലാവുന്ന പ്രാർത്ഥന എന്താണ്? ഈ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, മറിയത്തോടൊപ്പമുള്ള ഈശോയുടെ തിരുമുഖ ധ്യാനമാണ് ജപമാല. പരിശുദ്ധ മറിയത്തോടൊപ്പമുള്ള ഈശോയുടെ തിരുമുഖ ധ്യാനമാണ് ജപമാല. അപ്പൊ വീട്ടിലെ കുർബാനയാണ് കൊന്ത. വീട്ടിലെ കുർബാനയാണ് കൊന്ത. നമുക്കറിയാമല്ലോ, ധ്യാന കേന്ദ്രങ്ങളിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കുന്നത് നല്ല മനസ്സറിഞ്ഞൊന്ന് സ്തുതിച്ചാൽ, യേശുവേ ഈശോയെ എന്നൊക്കെ വിളിച്ചാൽ ഒരു ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ ജനങ്ങൾക്ക് കിട്ടും. യേശുവും ഞാനും ഇങ്ങനൊരു കോൺസെൻട്രേഷൻ വരുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കപ്പെടുന്നത്. ജപമാലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈശോ എന്ന പേരുണ്ട്. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ. ഒരു കുടുംബം മുഴുവൻ 2 പേര് 3 പേര് 4 പേര് 5 പേര് ഒരുമിച്ച് ജപമാല ചൊല്ലിയാൽ, നന്മ നിറഞ്ഞ മറിയമേ 100 പേര് ഒരുമിച്ച് ചൊല്ലിയാൽ, ഈശോ 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 ഒരു മന്ത്രം പോലെ അത് ഭവനങ്ങളിൽ നിറയില്ലേ? ഈശോ എന്ന നാമം ഭവനങ്ങളിൽ നിറയ്ക്കാനായിട്ടുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല. ഈശോ എന്ന നാമം ഭവനങ്ങളിൽ നിറയ്ക്കാനുള്ള പ്രാർത്ഥനയാണ് ജപമാല. നമ്മൾ പണ്ടൊക്കെ പ്രാർത്ഥന ചൊല്ലുന്നത് വീടിൻ്റെ വാതിക്കലൂടെ പോയാൽ ആളുകൾക്ക് മനസ്സിലാകും അവിടെ പ്രാർത്ഥനയാണെന്ന്. ഒരു നിശ്ചിത സ്വരത്തിൽ ഒരു പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ മതങ്ങളിലുമുണ്ട് ഒരു വൈകുന്നേരമാകുമ്പോൾ സന്ധ്യ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ. ചില കുടുംബങ്ങളിലൊക്കെ 9 10 മണിക്കൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. പിശാച് അരങ്ങ് തകർക്കുന്ന സമയമാണ് സായാഹ്ന സമയം. പിശാച് അരങ്ങ് തകർത്ത് പോയിട്ട് ആയുധമെടുത്തിറങ്ങിയിട്ട് കാര്യമുണ്ടോ? ജപമാല ഒരു ആയുധമാണെങ്കിൽ അത് സന്ധ്യയാകുമ്പോൾ തന്നെ 7 മണിക്കോ 7:30 മണിക്കോ 8 മണിക്കോ കുടുംബ പ്രാർത്ഥന ചൊല്ലിയാൽ പിശാചിനെ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും. അവിടെ റോഡിലൂടെ പോകുന്ന ഏതെങ്കിലും വഴിയിലൂടെ പോകുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന ഉയർന്നാൽ അത് പടിക്ക് സുല്ലിട്ട് നിൽക്കും.